ശ്രീദേവി ഹോമമാണ് നാലാമത്തെ ദിവസം. നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കിട്ടാനായിട്ട് ഇന്നത്തെ ഹോമത്തിന്റെ സങ്കല്പം എന്താണ് കാണാം. ധാന്യാഭിവൃദ്ധി, വ്യാപാരാഭിവൃദ്ധി, വ്യവസായ സ്ഥാപനങ്ങൾ ലാഭകരമായി നടത്തുവാൻ, ഈശ്വരാധീനമുള്ള ഭൂമി, വീട് എന്നിവ വാങ്ങാൻ, കയറ്റുമതി ഇറക്കുമതി തുടങ്ങി ദേശങ്ങളുമായുള്ള വ്യാപാരം വിജയിക്കുവാൻ, യോജിച്ച ഉദ്യോഗം ലഭ്യമാക്കാൻ, പുതിയ തൊഴിൽ ആരംഭിക്കുവാൻ, കാർഷിക അഭിവൃദ്ധി, മഴ പെയ്യുവാൻ, നമ്മളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് പുരോഗതിയും നമുക്ക് വളർച്ചയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഹോമത്തിൽ നമ്മൾ സങ്കല്പമെടുത്ത് പ്രാർത്ഥിക്കണം. ഈ ഹോമത്തിൽ നമ്മൾക്ക് അന്നപൂർണി ദേവി നമുക്ക് അഭിവൃദ്ധി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള യക്ഷനായ സ്വാർത്ഥം അത് നമുക്ക് ആ യക്ഷനെ കൊണ്ട് അമ്മ നമ്മൾക്ക് അഭിവൃദ്ധി സംഭാവന ആയി നമുക്ക് ഇന്ന് ഉണർത്തിവിടാൻ പോകുന്നത്. ഈ ഹോമത്തിൽ നടന്ന രണ്ട് അത്ഭുതങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഹോമത്തിലേക്ക് പോകാം. ഈ ഡിവോട്ടി പറഞ്ഞു, നവരാത്രി ഹോമം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തലവര മാറ്റി എഴുതിയ ഒരു ഹോമം എന്ന് പറയാമെന്ന് അവർ പറയുന്നു. കാരണം ഞങ്ങളുടെ ജീവിതം വളരെ മോശമായ ഒരു സ്ഥിതിയിലായിരുന്നു. ദാരിദ്ര്യം വെച്ചാൽ അത്രയ്ക്കും കഷ്ടത്തിലായിരുന്നു. ചെറിയ വീടാണ്, വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, ബിസിനസ് ഒന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ സ്വർണ്ണപ്പണിക്കാരൻ ആണ്, പക്ഷെ ബിസിനസ് ഒന്നും ഇല്ല. ആ അവസ്ഥയിൽ മക്കളെ പഠിപ്പിക്കാൻ പറ്റില്ല. വളരെ മോശമായ സ്ഥിതിയിൽ പോയിരുന്ന സമയത്താണ് ഒരു ഡിവോട്ടി നവരാത്രി ഹോമത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം ആഗ്രഹമുണ്ടായിരുന്നു നമുക്ക് പോയി പങ്കെടുക്കണം. പല സ്ഥലത്തും കടം മേടിച്ചിട്ടാണ് കുടുംബസമേതം ഈ ഹോമത്തിൽ വന്ന് പങ്കെടുത്തത്. 9 ദിവസം ഹോമത്തിൽ എന്തൊക്കെ പ്രാർത്ഥിച്ചോ ശ്രീ അമ്മ ഭഗവാൻ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ കലവര മാറ്റി. ഞങ്ങൾ ഹോമം കഴിഞ്ഞ് ചെന്ന 1 മാസത്തിൽ തന്നെ ഒരു പുതിയ കടയോട് കൂടി ഒരു സ്വർണ്ണ കട എൻ്റെ ഹസ്ബൻഡ് അവിടെ തുടങ്ങി. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു, ഈ നവരാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. ഇനി എല്ലാ കൊല്ലവും നവരാത്രി ഹോമങ്ങളിൽ പോയി പങ്കെടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുശേഷം അവർക്ക് ഓരോ മാസത്തിൽ ഓരോ വളർച്ചകൾ വരാൻ തുടങ്ങി. അങ്ങനെ പലരും അവർ കുറച്ച് സ്ഥലം മേടിച്ചു. ആ സ്ഥലത്തിൽ അവർ 4 വീട് അവർ വാടകയ്ക്ക് കെട്ടി. അതിനുള്ള വാടക വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് സ്ഥലം മേടിച്ചു. അവർ പറയുന്നു ഇപ്പോ അതിൽ 10 വീട് പണിത് അതിന് വാടക കൊടുക്കാനായിട്ടുള്ള ഒരു സ്ഥലം വാങ്ങിച്ചാൽ നടക്കുന്നത്. അതുകൂടാതെ പലപ്പോഴും മക്കൾ പറയും സിനിമയിലുള്ളതുപോലെ വലിയ വീടും അവിടത്തുള്ള ബാത്റൂമും കിച്ചനും എത്ര വലുതായിരിക്കുന്നു, അതുപോലെ നമുക്ക് വീട് വെക്കുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അമ്മ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വലിയ വീട് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നല്ല വലിയ ബെഡ്റൂമും 4 ബെഡ്റൂമോട് കൂടി നല്ല മോഡേൺ കിച്ചൺ എല്ലാം കൂടെ അവർക്ക് വളരെ വലുതായിട്ട് അവർക്ക് കെട്ടാൻ കഴിഞ്ഞു. മകളുടെ ജീവിതം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ എല്ലാ ഹോമത്തിലും പങ്കെടുക്കാൻ തുടങ്ങി. ആ കുട്ടിയുടെ പ്രാർത്ഥന എനിക്ക് ഡോക്ടറാകുന്നു. സോ ആ കുട്ടി റഷ്യയിൽ പോയി MBBS പഠിച്ചിട്ട് വന്നു. ഇത് എല്ലാത്തിനും കാരണം എന്താ എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നതോടും ഇവിടെ സേവയിൽ കൂടി ഞങ്ങൾ ഒതുക്കുമായിരുന്നു. എൻ്റെ മോൾ കോളേജിൽ പോയി പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും, പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കണ്ടക്ട് ചെയ്യും. എൻ്റെ വൈഫ് എല്ലാ സ്ഥലത്തും പോയി അവരെല്ലാ സ്ഥലത്തും എല്ലാവരും സേവയും ചെയ്യും. നമ്മളിവിടെ സേവ ചെയ്യുന്നതോറും ഞങ്ങൾക്ക് ഗ്രോത്ത് ഒന്നുമില്ലാത്ത ഞങ്ങൾ ഇന്ന് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാം, ഏത് ആഭരണങ്ങൾ വേണമെങ്കിലും വാങ്ങാം. ഇപ്പൊ കഴിക്കുന്നത് സിൽവർ പ്ലേറ്റിലാണ്, വെള്ളിത്തട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ആഹാരം കഴിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ലൈഫ് എന്ന് വെച്ചാൽ കാറ് അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണ് ഞങ്ങളുടെ യാത്ര. ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് അമ്മ ഭഗവാൻ മാറ്റി. ഇപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി മാത്രമേ ഉള്ളൂ ഒരുപാട്. സോ അവരുടെ ലൈഫ് മാറിയത് ഈ ഹോമങ്ങളിൽ കൂടെയാണ്. അതേപോലെ വേറെ ഒരു ഡിവോട്ടി അവർ പറഞ്ഞു, ഞാനൊരു ക്ലിനിക് വെച്ച് നടത്തുമായിരുന്നു. ആ ക്ലിനിക്കിൽ വെച്ചാൽ ആ ക്ലിനിക്ക് വാടക കൊടുക്കുമ്പോൾ എനിക്ക് പറ്റിയില്ല. ആ ഒരു സമയത്താണ് ഞാൻ ഹോമത്തിൽ വന്ന് പങ്കെടുക്കുമ്പോൾ പറഞ്ഞത്. അവർ പറഞ്ഞു നമുക്കൊരു കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നു, കിട്ടിയാൽ മാത്രമേ നമുക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം സത്യലോകത്തിൽ തന്നെ വെച്ച് എടുത്തു. എനിക്ക് എന്ത് കിട്ടിയാലും 20% ഞാൻ അതിൽ ധർമ്മത്തിന് വേണ്ടി മാറ്റി വയ്ക്കും. ഞാൻ എപ്പോൾ ആ സങ്കല്പം എടുത്തോ അന്ന് മുതൽ എനിക്ക് നേരത്തെ വരുന്ന പൈസകളേക്കാൾ 10 മടങ്ങ് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഇൻകം വരാൻ തുടങ്ങി. പിന്നെ എൻ്റെ ക്ലിനിക്ക് വളരെ ഫേമസ് ആകാൻ തുടങ്ങി. ഇപ്പോഴും എല്ലാ അന്നദാനത്തിനും ഞാൻ കൊടുക്കും. അത് മാത്രമല്ല എന്ത് കിട്ടിയാലും 20% ഞാൻ ധർമ്മത്തിന് വേണ്ടി മാറ്റി വയ്ക്കും. സോ അങ്ങനെ എൻ്റെ ലൈഫിൽ ഗ്രോത്ത് വന്നു പറഞ്ഞു. സോ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ആ ഒരു പുരോഗതിയും അഭിവൃദ്ധിയും നമുക്ക് പറയണം. സോ എല്ലാവരും കണ്ണുകളടിച്ച് കൈകൾ നമസ്കാരം മുദ്രയിൽ വെച്ച് ഇപ്പൊ എല്ലാവരും കണ്ണുകൾ ദേവിയെടുത്ത് എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും.
എല്ലാ മേഖലയിലും ഉണ്ടാകും. എല്ലാവരും പ്രാർത്ഥിക്കും. पद्मावती नमस्तुभ्यं वरदे कामरूपिणी यज्ञारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा ॐ हरिः ॐ हरिः ॐ हरिः ॐ. ಈಗ ತಿಲಕ ಧಾರಣೆ, ಕಂಕಣ ಧಾರಣೆ ಮಾಡ್ಕೊಳ್ತೀರ. ಹಣೆಗೆ ಕುಂಕುಮ ಮಾಡಿಕೊಂಡಿರ. ಹೆಂಗಸರೆಲ್ಲರೂ ಎಡಗೈಗೆ, ಗಂಡಸರು ಬಲಗೈಗೆ ಕಂಕಣ ಮಾಡ್ಕೊಳ್ಳಿ. இப்போ பப்பரை எல்லாரும் நெற்றி குங்குமம் வச்சு ஸ்திரீகள் இடத்தை கையும் புருஷன்மார் வலது. ஓம் ஸ்ரீ லட்சுமி நாராயணாभ्यां நமः. ஓம் மகேஸ்வராभ्यां நமः. வாணி ஹிரண்யகர்பாभ्यां நமः. சச்சி புதந்தராभ्यां நமः. ஆதிதேவி வசிஷ்டாभ्यां நமः. இந்திரகிருஷ்ண பாலதேவதாभ्यो நமः. ஆதிதேவதாभ्यो நமः. சேத்ராதிஷ்டான தேவதாभ्यो நமः. சிவநாமாभ्यां நமः. சத்யேभ्यो மகாஜनेभ्यो நமः. சத்குருभ्यो நமः. ஓம் ஆதிநாத தேவானாं தவநாதம் தர்ஷனம் குருகண்டாரம் தந்தர தேவதாத்மானநாசனம். ஓம் பூரி பாதரூபேண சர்வேஷாம் சம்சா ஹரஸ்வாசாபயாம்யம் ஹரதானமபாசுரம். ಈಗ ಆಚರಣೆ ಮಾಡ್ತೀರ. 3 ಸಾರಿ ನೀರನ್ನು ಕುಡಿತೀರ. 4ನೇ ಸಾರಿ ಕೈಗಳನ್ನು ತೊಳ್ಕೊಳ್ತೀರ. ஆச்சமணன் ഈ സമയത്ത് 3 തവണ മന്ത്രോച്ചന സമയത്ത് വെള്ളം കുടിച്ച് 4ാമത്തെ തവണ കൈ കഴുകുക. ഓം ഗോവിന്ദം കേശവായ സ്വാഹ. ഓം ഓം നാരായണായ സ്വാഹ. ഓം മാധവായ സ്വാഹ. ഓം ഗോവിന്ദായ നമോ വിഷ്ണവേ നമോ മധുസൂദനായ നമഃ. ഓം ത്രിവിക്രമായ നമോ വാമനായ നമോ ക്ഷീരായ നമഃ. ഓം ഋഷികേശായ നമോ പത്മനാഭായ നമോ ദാമോദരായ നമഃ. ഓം സംകർഷണായ നമോ വാസുദേവായ നമോ പ്രദ്യുമ്നായ നമഃ. ഓം അനിരുദ്ധായ നമോ പുരുഷോത്തമായ നമോ അധോക്ഷജായ നമഃ. ഓം നാരസിംഹായ നമോ അച്യുതായ നമോ ജനാർദ്ദനായ നമഃ. ഓം ഉപേന്ദ്രായ നമോ ഹരയേ നമോ ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീ ഭഗവതേ ನಮಃ. ಈಗ ಸ್ಥಳ ಶುದ್ಧಿ ಇರುತ್ತೆ. ಸ್ವಲ್ಪ ನೀರನ್ನು ತಗೊಂಡು ನಿಮ್ಮ ಸುತ್ತಲೂ ಕೂಡ ಪ್ರೋಕ್ಷಣೆ ಮಾಡ್ಕೊಳ್ತೀರಾ ಮಂತ್ರೋಪಚಾರದ ಸಮಯದಲ್ಲಿ. സ്ഥല ശുദ്ധി ഈ സമയത്ത് കുറച്ച് വെള്ളം നിങ്ങളുടെ വലത്തെ കൈയെടുത്ത് മന്ത്ര ഉച്ചാരണ സമയത്ത് അകത്തും പുറത്തുമുള്ള ദുഷ്ടത്തിൽ നിലവിട്ട് നീങ്ങണമെന്ന് പറഞ്ഞ് തലയിൽ ചുറ്റി തടിക്കുക. ഓം വദിഷ്ഠതു വദചാരേ ഭൂമിപാലകാഃ ഏതേഷാം വിരോധേന ബ്രഹ്മകർമ്മ സമാരംഭേ. ഓം 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 സുമഹ മഹാം ജനോം തപഃ ഓം സത്യം ഓം തസ്യ വിതർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ആഘോഷോ വിരസംവൃതം ಬ್ರಹ್ಮಭೂರ್ಭುವಸ್സുವರೋ. ಈಗ ಪವಿತ್ರ ಧಾರಣೆ ಸಮಯ. ಕೈ ದರ್ಬೆಯಿಂದ ಮಾಡಿರುವ ಪವಿತ್ರವನ್ನ ನಿಮ್ಮ ಉಂಗುರದ ಬೆರಳಿಗೆ ನೀವು ಧರಿಸಬೇಕು ಮಂತ್ರೋಪಚಾರದ ಸಮಯದಲ್ಲಿ. ഈ സമയത്ത് പവിത്രം എടുത്ത് നിങ്ങളുടെ വലത്തെ കൈ മോതിരവിരലിടുക. ഓം ഹൃദയാത്മാവ്യേനം സോപസജ്ജ വിഗ്രദേവ ചിത്രദേവനാസു അനുരാധാന വിശാവർത്തയത ശതം ജീവേമ ശരദസവീരാഃ പവിത്രം ഗുർവ നമ സരസേ നമ സരസവരേ നമ സഖീനാം പുരോഗാനാം ചക്ഷുഷേ നമോ ദിവേ നമോ പൃഥിവ്യേ ആശേഷേണേ പരിഷദ് ഭവത്പാദം മൂലേ മയാ സമർപ്പിതാം ഇമാം സൗവർണ്യം യത്കിഞ്ചിത് ദക്ഷിണാമയോക്ത ദക്ഷിണാമയോ സ്വീകൃത്യ ഇദമാകർമ്മ കർത്തും ಯೋಗ್ಯತಾ ಸಿದ್ಧಿಮಾನುಗ್ರಹಾಣ. ಈಗ ಮಹಾಸಂಕಲ್ಪದ ಸಮಯ. ಸ್ವಲ್ಪ ಹೂವು ಅಕ್ಷತೆಯನ್ನು ಕೈಯಲ್ಲಿ ಇಟ್ಕೊಳ್ತೀರಾ. ಎಡಗೈ ಮೇಲೆ ಬಲಗೈ ಇಟ್ಟು ಬಲ ತೊಡೆ ಮೇಲೆ ಇಟ್ಕೊಳ್ತೀರಾ. ಈಗ ನಮಗೆ ಸಾಕ್ಷಾತ್ ಅನ್ನಪೂರ್ಣ ದೇವಿ ಇವತ್ತು ನಮಗೆ ಕೃಪಾ ಕಟಾಕ್ಷವನ್ನು ಕೊಡ್ತಾರೆ. ಈ ಹೋಮದಲ್ಲಿ ಭಾಗವಹಿಸುವ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಕೂಡ ಸಂಕಲ್ಪ ಏನಂದರೆ ಧಾನ್ಯಾಭಿವೃದ್ಧಿ. ಅಂದರೆ ನಿಮ್ಮ 7 ಜನರೇಷನ್ಸ್ಗೆ ಯಾವತ್ತೂ ಊಟಕ್ಕೆ ಕೊರತೆ ಇರೋದಿಲ್ಲ. ಸಿರಿ ಸಂಪತ್ತು ತುಳುಕ್ತಾ ಇರುತ್ತೆ. ಮತ್ತು ನಿಮ್ಮ ವೃತ್ತಿಯಲ್ಲಿ ಅಭಿವೃದ್ಧಿ. ನೀವು ಯಾವುದಾದ್ರೂ ಬಿಸ್ನೆಸ್ಸಲ್ಲಿ ಮಾಡ್ತಿದ್ರೆ ಅದರಲ್ಲಿ ಇನ್ನೂ ಮುಂದೆ ಬರೆಯೋದಕ್ಕೆ ಆಪರ್ಚುನಿಟೀಸ್ ಬರೋದಕ್ಕೆ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿರ್ತೀರಾ. ಮತ್ತು ಯಾವಾಗಲೂ ನಿಮಗೆ ಬಡತನಕ್ಕೆ ನೀವು ಬರೋದಿಲ್ಲ. ಬಡತನದಿಂದ ನಿಮಗೆ ಸಂಪೂರ್ಣವಾಗಿ ವಿಮೋಚನೆ ಇರುತ್ತೆ. ಮತ್ತು ಮನೆ, ಅನ್ನ ಮತ್ತು ನಿಮ್ಮ ಒಂದು ಗೂಡು
ಮನೆ ಎಲ್ಲದಕ್ಕೂ ಯಾವಾಗಲೂ ಕೊರತೆ ಇಲ್ಲದೆ ಇರೋ ಜೀವನ ಇರುತ್ತೆ. ಮತ್ತು ನಿಮ್ಮ ಒಂದು ಆಸ್ತಿ, ಪೊಸಿಷನ್, ಸ್ಥಿತಿ ಮತ್ತು ಯಾವುದೇ ಇರುವ ಪೊಸಿಷನಲ್ಲಿ ಇನ್ನೂ ಉನ್ನತ ಸ್ಥಿತಿಗೆ ನೀವು ಹೋಗ್ತಾ ಇರ್ತೀರಾ. ಮತ್ತು ಅಕ್ಕಿ ವ್ಯಾಪಾರ ಮಾಡೋರು ಮತ್ತು ನಿಮಗೆ ಭೂಮಿಗಳು ಏನಾದರೂ ಇದ್ದರೆ ಆ ಭೂಮಿಯಲ್ಲಿ ಬೆಳೆಗಳು ಮತ್ತು ಆ ಭೂಮಿ ಇನ್ನೂ ಚೆನ್ನಾಗಿ ಬೆಳೆಗಳು ಕೊಟ್ಟು ನೀವು ಅದರಿಂದ ಐಶ್ವರ್ಯವಂತರಾಗಿ ಆಗ್ತೀರಾ. ಸೊ ಇದೆಲ್ಲ ಅನ್ನಪೂರ್ಣ ದೇವಿಯ ಸಂಕಲ್ಪವಾಗಿರುತ್ತೆ. ಸೊ ಇದನ್ನೆಲ್ಲ ನೆನೆಸ್ಕೊಂಡು ಅಮ್ಮ ಇದೆಲ್ಲ ನಮಗೆ ಬೇಕು ಅಂತ ಹೇಳಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇರ್ತೀವಿ. இப்போ சங்கல்ப சமயம் കുറച്ച് പൂവും അക്ഷരയും നിങ്ങളുടെ കയ്യിൽ വെച്ച് സങ്കല്പ മുദ്രയിലിരിക്കും. അന്നപൂർണി ദേവി ഹോമത്തിന്റെ സങ്കല്പം ധാന്യാഭിവൃദ്ധി, വ്യാപാര അഭിവൃദ്ധി, വ്യവസായ സ്ഥാപനങ്ങൾ ലാഭത്തിൽ മുന്നോട്ട് പോകാനും ഈശ്വരാധീനമുള്ള ഭൂമി വാങ്ങാനും പിന്നെ നമുക്ക് ഭൂമി വിൽക്കണമെങ്കിലും വീട് നമുക്ക് വാങ്ങാനും പിന്നെ വീട് വിൽക്കണമെങ്കിലും സങ്കല്പം എടുക്കാം. കയറ്റുമതി, ഇറക്കുമതി തുടങ്ങി വിദേശങ്ങളുമായുള്ള വ്യാപാരം വിജയിക്കുവാൻ, യോജിച്ച ഉദ്യോഗം ലഭിക്കുവാൻ, പുതിയ തൊഴിൽ ആരംഭിക്കുവാൻ, കാർഷിക അഭിവൃദ്ധി, മഴ പെയ്യുവാൻ, നമ്മളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി, ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ഇപ്പോൾ സങ്കല്പം എടുത്ത് പ്രാർത്ഥിക്കുക. गन्धस्योपरि हरिद्रानुपमं च समर्पयामि. अलङ्करणाभरणक्षतान् समर्पयामि. पुष्पैः पूजयामि. ॐ सुमुखाय नमो, एकदन्ताय नमो, कपिलाय नमः, ॐ गजकनकाय नमो, लम्बोदराय नमो, विकटाय नमः, ॐ विघ्नराजाय नमो, गणाधिपाय नमो, धूमकेतवे नमः, ॐ गणाध्यक्षाय नमो, बालचन्द्राय नमो, गजाननाय नमः, ॐ वक्रतुण्डाय नमो, शूर्पकर्णाय नमो, हेरम्बाय नमः, ॐ सन्नपूर्वजाय नमः, ॐ श्री सिद्धिविनायकाय नमः, ॐ श्री महागणाधिपतये नमः. षोडशनामपूजां समर्पयामि. सुगन्धयुक्तधूपमाघ्रापयामि. आचैतदीपं दर्शयामि. ॐ श्री महागणाधिपतये नमः. अमृतोपहारमहानिके निवेदयामि. ॐ ताम्बूलं समर्पयामि. वेदोक्त सुवर्णकर्पूर नीराजनं संदर्शयामि. ಈಗ ಆರತಿಯನ್ನು ಕೊಡ್ತಿರ್ತೀವಿ. ಶಿರಸ್ಸಿನ ಮೇಲೆ ನಿಮ್ಮ ಕೈಗಳನ್ನು ಇಟ್ಟುಕೊಂಡು ಆರತಿಯನ್ನು ಭಾಗವಹಿಸಿ. ಓಂ Hey,
श्रीमहागणाधिपतये नमः। नमस्कारान् समर्पयामि, प्रसादक्षिरसां गृह्णामि। ಈಗ ಕಳಶ ಪೂಜೆಯನ್ನು ಮಾಡ್ತಿರ್ತೀವಿ. ಈ ಸಮಯದಲ್ಲಿ ಸಾಕ್ಷಾತ್ ಅನ್ನಪೂರ್ಣ ದೇವಿಯನ್ನ, ನವಗ್ರಹ ದೇವತೆಗಳನ್ನ, ಅಷ್ಟದಿಕ್ಪಾಲಕರನ್ನ, ಕೋಟಿ ದೇವರುಗಳನ್ನ ಎಲ್ಲರನ್ನ ಈ ಕಳಶದಲ್ಲಿ ಆವಾಹನೆ ಮಾಡಿ ಅವರ ಅನುಗ್ರಹಕ್ಕಾಗಿ ಅವರನ್ನು ಆವಾಹನೆ ಮಾಡಿ ನಾವು ಈಗ ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ಹೋಗೋಣ. ഇനി അടുത്തതായിട്ട് കലശ പൂജ. ഈ സമയത്ത് കലശത്തിൽ ശ്രീ പരജ്യോതി ഭഗവതി ഭഗവാൻ, ശ്രീ അന്നപൂർണേശ്വരി ദേവി, നവഗ്രഹങ്ങൾ, അഷ്ടദിക്പാലകർ, 33 കോടി ദേവന്മാരെല്ലാവരും ഇപ്പോൾ നമ്മൾ ആവാഹനം ചെയ്ത് പൂജ ചെയ്യാൻ പോകുന്നു. നിങ്ങളെല്ലാവരും ഭക്തിയോട് ചെയ്യുന്ന ഈ പൂജയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും നമ്മൾ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹം നമ്മൾക്ക് കിട്ടും. സോ ഇപ്പം എല്ലാവരും പവിത്രമായിട്ട് ഈ പൂജയിൽ പങ്കെടുക്കുക. ദൈവ നമസ്കാരം വെച്ചിരിക്കും.
ಈಗ ಶ್ರೀಮೂರ್ತಿಗೆ ಸ್ವಲ್ಪ ಅರಿಶಿನ ಕುಂಕುಮ ಗಂಧ ಅಕ್ಷತೆ ಇಂದ ಪೂಜೆ ಮಾಡ್ತಾ ಇದ್ದೀರಾ. ಅನ್ನಪೂರ್ಣ ದೇವಿ ಅಷ್ಟೋತ್ತರ ಕೂಡ ನಡೀತಿರುತ್ತೆ, ಎಲ್ಲರೂ ಪೂಜೆ ಮಾಡ್ತಾ ಇರಿ. ಈ ಸಮಯಕ್ಕೆ ನಿಮ್ಮಗಳ ಕೈಯಿಂದ ಶ್ರೀಮೂರ್ತಿಗೆ ಮಂಜಲ್ ಕುಂಕುಮ ಈಗ ಶ್ರೀಮೂರ್ತಿಯನ್ನು ಫೇಸ್ ಮಾಡ್ತಾ ಯಾರು ಕೂತಿದ್ರು ನೀವು ಆಪೋಸಿಟ್ ಬೆಟ್ಟಲ್ಲಿ ಸ್ವಲ್ಪ ನೀರು ಮತ್ತು ಅಕ್ಷತೆಯನ್ನು ಪ್ರೋಕ್ಷಣೆ ಮಾಡ್ತೀರಾ. இப்போ ஸ்ரீமூர்த்தியை நோக்கி இருக்கிறவர் உங்களை ஒப்புக்கொண்டதில் ஆரம்பித்து சென்று குறைச்சு அக்ஷதையும் வெள்ளம் நீங்கள் தெளிக்கிற ಈಗ ನಾವು ಸ್ಟೇಜಲ್ಲಿ ಯಾವ ರೀತಿಯಲ್ಲಿ ನೀವು ಮಾಡ್ತಾ ಇದ್ದೀವೋ ಅದೇ ರೀತಿಯಲ್ಲಿ ಅದೇ ಕ್ರಿಯೆಯನ್ನು ನೀವು ನೋಡಿ ಮಾಡಿ. இப்போ அக்னி நோக்கி எங்கள் நிகழ்ச்சி செய்ததோ அதே போல நிகழ்ச்சி செய்யுங்கள். ಈಗ ಅಕ್ಷತೆ ಮತ್ತು ನೀರನ್ನು ತಗೊಂಡು 4 ಸೈಡು ಹೋಮಕುಂಡದ ಸುತ್ತಲೂ ಪ್ರೋಕ್ಷಣೆ ಮಾಡಿ. இப்போ കുറച്ച് അക്ഷത എടുത്ത് ഹോമകുണ്ടത്തിന്റെ 4 സൈഡും അക്ഷത വിതറുക. Jumbo
ಕಲ್ಪನೆಯ ಸಮಯ. ಈ ಸಮಯದಲ್ಲಿ ನೀವೆಲ್ಲರೂ ಕೂಡ ನಿಮ್ಮ ವರ ಏನು ಬೇಕೋ ಅದು ಆಲ್ರೆಡಿ ಆಗೋಗಿರೋ ಹಾಗೆ ಕಲರ್ಫುಲ್ ಆಗಿ ವಿಜುವಲೈಸ್ ಮಾಡ್ಕೋಬೇಕು. ಇನ್ನೊಂದು ಮುಖ್ಯವಾದ ಕಲ್ಪನೆ ನೀವು ಏನು ಮಾಡ್ಕೊಳ್ತೀರಾ, ಈಗ ದಾನ ಮಾಡ್ತಾ ಇದ್ದೀರಾ, ದೇವಸ್ಥಾನ ಕಟ್ತಾ ಇದ್ದೀರಾ, ದೇವಸ್ಥಾನದಲ್ಲಿ ದಾನಗಳು ಕೊಡ್ತಾ ಇದ್ದೀರಾ, ಎಷ್ಟೋ ಜನರಿಗೆ ನೀವು ಬಡವರಿಗೆ ನಿತ್ಯಾನ್ನದಾನಗಳು ಮಾಡ್ತಾ ಇದ್ದೀರಾ. ಈ ರೀತಿ ನಿಮ್ಗೆ ಏನೆಲ್ಲ ಬೇಕಾಗಿದೆಯೋ ಕಣ್ಣು ಮುಂದೆ ನೀವು ದಾನಿಗಳಾಗಿ ಕಣ್ಣು ಮುಂದೆ ಈಗ ನಾವು ಶ್ರೀ ಅನ್ನಪೂರ್ಣ ದೇವಿಯ ಶಕ್ತಿ ಕೇಂದ್ರಗಳು ನಮ್ಮ ಶರೀರದಲ್ಲಿ ಕೂಡ ಇದೆ. ಅದನ್ನು ಈಗ ಜಾಗೃತಿ ಮಾಡ್ತಾ ಇದ್ದೀವಿ ಈ ಮಂತ್ರದ ಮೂಲಕ. ಈಗ ನಮ್ಮ ಜೊತೆಗೆ ನೀವೆಲ್ಲರೂ ಕೂಡ ಈ ಮಂತ್ರವನ್ನು ಹೇಳ್ತೀರಾ. ಓಂ ಶ್ರೀ
ಪರಂ ಜ್ಯೋತಿ ಸಮೃದ್ಧೇ ನಮಃ. ಇದನ್ನು ನೀವು 11 ಈಗ ಹೋಮದ ವಿಜಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಜಯಾದಿ ಹೋಮ. ಹೋಮത്തിന്റെ ವಿಜಯಕ್ಕೆ ವೇണ്ടി ಜಯಾದಿ ಹೋಮ ചെയ്യാം. Jaya
ಈಗ ಕೈಯಲ್ಲಿ ಹಾಕೊಂಡಿರೋ ದರ್ವೆಯನ್ನು ತೆಗೆದಿರ 3 ಸಾರಿ ನೀರನ್ನು ಕುಡಿದು